ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു എയർലൈൻ കുർത്തി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 4 ഫോൾഡായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു 48 ഇഞ്ചൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് വരച്ചെടുക്കാവേ. ദാ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ആ ഒരു ഷോൾഡറിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു 7 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി ആ ഒരു ആം ഹോൾ ലെങ്താണ് എടുക്കാൻ പോകുന്നത്. അതും ആ സെയിം 7 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഈ മാർക്കിങ്സുകളെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കാവേ. ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ മാർക്കിങ്സുകളൊക്കെ ചെയ്ത് കൊടുക്കാം. ആ 7 ഇഞ്ചിൻ്റെ പകുതിയും അതിൻ്റെ പകുതിയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഷോൾഡർ ഡെപ്ത്ത് ഒരു 1 ഇഞ്ച് ഞാനിവിടെ ആ ക്രോസ് ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഈ വരകളെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ കൈക്കുഴി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇനി ഇതിന് എക്സ്ട്രാ നമ്മൾ കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ലീവ് നമുക്ക് കിട്ടുമേ, ഇങ്ങനെ വെട്ടിയെടുത്താൽ. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 14.5 ഇഞ്ച് താഴേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ ഷേപ്പിൻ്റെ അളവും കൂടി നമുക്കിവിടെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം. അതിൻ്റെയും തയ്യൽ തുമ്പ് ഞാനിവിടെ ഇടുന്നുണ്ട്. എക്സ്ട്രാ ലൂസ് ഞാനിവിടെ ഇടുന്നുണ്ട്. ഇനി അത് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതൊരു ഓർഗൻസ പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഇനി ഇത് എ ലൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് താഴേക്ക് നമ്മളങ്ങ് ഫ്ലെയറിലങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തുണിയിൽ എത്ര വീതി കിട്ടുന്നോ അത്രയും ഞാനിവിടെ അങ്ങ് ആഡാക്കുകയാണ്. ഇനി ഇതിന് താഴെ നിന്ന് മുകളിലേക്ക് ചെറിയ ഒരു സ്ലിറ്റ് കൂടി ഞാൻ ആഡാക്കുന്നുണ്ട്. നടക്കുന്ന സമയത്ത് നമുക്ക് കാല് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 12 ഇഞ്ച് മുകളിലേക്ക് നീക്കി ആ ഒരു സ്ലിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. എന്താ 12 ഇഞ്ചാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനു മുമ്പേ ഞാനിതിൻ്റെ ആ ഒരു നെക്കിൻ്റെ മാർക്കിങ്ങോടുകൂടെ ചെയ്ത് കാണിക്കുക. ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ വിഡ്ത്ത് എടുത്തത്. അതുപോലെ ഫ്രണ്ടിൽ ഇറക്കം എടുത്തത് ഒരു 6.5 ഇഞ്ചാണ്. പിന്നെ ഇതൊരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് കൂടി ഞാൻ ഇങ്ങോട്ട് നിൽക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടയാളപ്പെടുത്തിയതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ സ്കെയിൽ കൊണ്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ ആ ഒരു കർവ് നമ്മുടെ ഫ്രീ ഹാൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ നെക്ക് കൂടി നമ്മളിവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നേ. നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇതിൻ്റെ നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്കിലത്തെ ആ ഒരു നെക്ക്, റൗണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി എന്നിട്ട് ബാക്ക് പീസ് നമ്മൾ അങ്ങ് അകത്തുനിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഇട്ടിട്ട് ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ആ ഒരു നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാൻ നമുക്കത് ഇതിൻ്റെ സ്ലീവ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മുകളിലേക്ക് നമ്മൾ ഇട്ട ആ ഒരു തുണിയുണ്ടല്ലോ, നമ്മൾ ആദ്യം കുറച്ച് താഴ്ത്തി വരച്ചിട്ടാണല്ലോ നമ്മുടെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത്. അപ്പോൾ ഈ അധികം വന്ന ഈ ഒരു മുകളിലേക്ക് വന്ന ഈ ഒരു മെറ്റീരിയലിലാണ് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ 17 ഇഞ്ച് ആണ് നമ്മളിതിൻ്റെ ഒരു ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാവേ. ഇനി ഇതിൻ്റെ ആം ഹോൾ ആ ഭാഗമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആം ഹോളിൻ്റെ പകുതി ഒരു 8.5 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മളതിൽ നിന്ന് 8 ഇഞ്ച് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ചു. എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനകത്ത് 8.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചരിഞ്ഞ വര വരച്ചിരിക്കുന്നത്. ഇനി ആ ഒരു 8.5 ഇഞ്ച് നമ്മൾ ചരിച്ച് വരച്ചതിൽ നിന്ന് അതിൻ്റെ ഹാഫ് എടുത്തിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കൈയുടെ ആ ഒരു മാർക്കിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എക്സസ് വരുന്ന പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി ഒന്ന് കട്ട് ചെയ്തതുപോലെ എടുക്കാവേ. ഈ ഏപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ താഴേക്ക് നീക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് നീക്കിയിട്ട് നമ്മുടെ ആ ബോഡി പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് താഴെ ഒന്ന് കൈക്കൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ ഏപ്പ് വരുവേ കയ്യിൽ, ഏപ്പിടേണ്ടതായിട്ട് വരും, ജോയിൻ്റ് പീസുകളൊക്കെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതാകുമ്പം ഏപ്പുകളൊന്നും വരത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.